ഹായ് ഗൈസ്. സോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഷോ എവർ മെയ്ഡ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി, വൺ പീസ്. സോ വൺ പീസ് എന്നുള്ള സാധനം മിക്ക എന്താണ് ആനിമെ ഫാൻസിലും അവരെല്ലാവരും കാണുന്ന ഒരു നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് എന്താണ് ഈ ആനിമെ വേൾഡിൽ ഈ വൺ പീസ് എത്രത്തോളം കീഴടക്കിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടാവും. സോ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ വൺ പീസ് ഒരു പൈററ്റിൻ്റെ സ്റ്റോറിയാണ്, അതായത് ഒരു കടൽ കൊള്ളക്കാരൻ്റെ സ്റ്റോറിയാണ് വൺ പീസ്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ആനിമേ ലവർ ഇത്രയും ഒരു 1000-ന് മേലെ 1155 മേലെ എപ്പിസോഡ് കഴിഞ്ഞാക്കണ ഒരു ഷോയിൻ്റെ ഇതിൽ ഒരു വൺ പീസ് ഫാനിൻ്റെ അടുത്ത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഇറ്റ്സ് അബൌട്ട് ഫ്രീഡം, ഡ്രീംസ് ആൻഡ് റിബല്യൻ. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാർക്ക് ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ 1000 എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. ആൻഡ് അനദർ തിങ് ഈസ്, നമ്മൾ ഒരു ആനിമെ ഫാൻസ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഇനീഷ്യൽ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് തോന്നും. പക്ഷേ വൺ പീസ് ഇസ് മോർ ദാൻ ഓൾ ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ്. കാരണം ഈ ഷോ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അതിലുള്ള ഓരോ എലമെൻറ്റ്സ് ആണെങ്കിൽ അതിലുള്ള ഓരോ ജേണിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളോട്ട് കണക്ട് ചെയ്യാനും പറ്റും വിത്ത് റിയൽ വേൾഡ്. സോ എന്താണ് വൺ പീസിന് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ട് സംസാരിക്കേണ്ടത് മെയിനായിട്ട് അതിൻ്റെ മെയിൻ ക്യാരക്ടർ മങ്കി ഡി ലൂഫി. അപ്പോൾ ആരാണ് മങ്കി ഡി ലൂഫി ആൻഡ് വൈ ഡസ് മങ്കി ഡി ലൂഫി നെവർ വാണ്ട്സ് ടു റൂൾ ബട്ട് ഓൺലി വാണ്ട്സ് ടു ഫ്രീ? ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് മൊത്തം കഥ നടക്കുന്നത്. സോ വൺ പീസിൽ കീ ഐഡിയോളജീസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഫ്രീഡമാണ്. ആൻഡ് വൺ പീസ് ജനറലി ഒരു സിമ്പിൾ വൺ ലൈനർ പറയുകയാണെങ്കിൽ ഒരു വർഷങ്ങൾക്ക് ശേഷം ഗോൾഡി റോജർ എന്നുള്ള ഒരു പൈററ്റ് കിങ്ങിനെ ആക്ച്വലി മെറീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിലെ ആർമി അല്ലെങ്കിൽ പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഒരു ഫോഴ്സ് അവരാണ്. മെറീൻസ് ആണ് ആക്ച്വലി വേൾഡ് ഓവറിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആൾക്കാർ. അവർ ഈ ഗോൾഡി റോജർ എന്നുള്ള ഒരു ഭയങ്കര വലിയൊരു പൈററ്റിനെ പിടിച്ചിട്ട് അയാളുടെ പബ്ലിക് എക്സിക്യൂഷൻ നടത്താൻ ഒരു പൂജ്യത്തിൽ കയറ്റി അയാളെ പബ്ലിക്കലി അയാളെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമയത്ത് ഗോൾഡി റോജറിൻ്റെ അവസാന വാക്കുകൾ എന്ന് പറയുന്നത്, എൻ്റെ എല്ലാ സ്വത്തും ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചേക്കണ എല്ലാ സാധനവും, എല്ലാ കടൽക്കൊള്ള നടത്തിയേക്കണ സ്വർണം സ്വത്തും എല്ലാം ഞാനൊരു സ്ഥലത്ത് ഒറ്റൊരു വലിയൊരു ട്രഷറായിട്ട് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, അത് ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ പ്രഖ്യാപനം നടത്തുന്നത്. പുള്ളിക്കാരനെ അപ്പോൾ കൊല്ലുന്ന എന്താണ് എക്സിക്യൂട്ട് ചെയ്യണ്ടെങ്കിൽ പോലും അവിടെ നടക്കുന്നത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പൈററ്റ് എറയാണ്. അതായത് അവിടുത്തെ നാട്ടുകാരും അപ്പുറത്തുള്ള ലോകമെമ്പാടുള്ള ആൾക്കാരെല്ലാവരും ഈ ഒരു നിധി കണ്ടെത്താൻ വേണ്ടി അവരവരുടെ പ്രയാണം സ്റ്റാർട്ട് ചെയ്യുന്നു. അവരവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് തന്നെ ഒരു പൈററ്റ് എറ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഈ പൈററ്റ് എറ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഇങ്ങനൊരു നിധി കൂമ്പാരം കണ്ടെത്താൻ വേണ്ടി ആൾക്കാരെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. ആൻഡ് ആ ഒരു ജേർണിയിൽ ഒരു ഏറ്റവും അവസാനം വരുന്ന ഒരു ആളിലൊന്നാണ് നമ്മുടെ മങ്കി ഡി ലൂഫി. സോ മങ്കി ഡി ലൂഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് എ 16-year-old ബോയ് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരൻ അയാളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരന് ഒരു വലിയൊരു ചലഞ്ച് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരും. അതായത് പുള്ളിക്കാരൻ നീന്താൻ പറ്റത്തില്ല. ഈ നീന്താൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഈ വേൾഡ്, അതായത് വൺ പീസിൻ്റെ വേൾഡിൽ ഒരു പ്രത്യേകതരം ഫ്രൂട്ട് ഉണ്ട്. ഈ പ്രത്യേകതരം ഫ്രൂട്ട് ഒരിക്കൽ മാത്രമേ ആ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ആപ്പിളോ ബനാനൻ്റെ ഷേപ്പിൽ വരുന്ന ഈ വലിയ ഫ്രൂട്ടിൻ്റെ ഒരു ബൈറ്റ് എടുത്താൽ ചില കഴിവുകൾ കിട്ടും. അതിൽ ഒരാൾ ചിലപ്പോൾ കഴിക്കുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ലൈറ്റിൻ്റെ കഴിവ് കിട്ടും, മിന്നലിൻ്റെ കഴിവ് കിട്ടും. മങ്കി ഡി ലൂഫിന് കിട്ടുന്ന കഴിവെന്ന് പറഞ്ഞാൽ റബ്ബർ മനുഷ്യനായിട്ട് മാറും. പുള്ളിക്കാരൻ കഴിക്കുന്ന ഫ്രൂട്ടിന് ഒരു കൈ സ്ട്രെച്ച് ചെയ്യാനും കാൽ സ്ട്രെച്ച് ചെയ്യാനും തല സ്ട്രെച്ച് ചെയ്യാനുള്ള എല്ലാ പവറും കിട്ടും. പക്ഷേ ഈ പവർ വരുന്നതോട് തന്നെ ഇവർക്ക് പിന്നെ നീന്താൻ പറ്റില്ല. സോ
അപ്പം തന്നെ ആ ഒരു ഐറണി നോക്കണേ. ഒരു പൈററ്റ് അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരനായിട്ട് നടക്കാൻ പോകുന്ന ആൾക്ക് ശരിക്കും നീന്താൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനാണ്. സോ പുള്ളിക്കാരന് നമ്മൾ ഇൻട്രൊഡക്ഷൻ തന്നെ നമ്മൾ കേൾക്കുന്നത് എൻ്റെ പേര് മങ്കി ഡി ലൂഫിയാണ് ആൻഡ് ഐ ആം ഗോയിങ് ടു ദ കിങ് ഓഫ് ദ പൈററ്റ്സ്. മൈ നെയിം ഈസ് മങ്കി ഡി ലൂഫി ആൻഡ് ഐ ആം ഗോയിങ് ടു ദ കിങ് ഓഫ് പൈററ്റ്സ്. സോ ആ ഒരു ഇതിൽ തന്നെ പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യുന്ന ജേർണി, പുള്ളിക്കാരൻ്റെ ഈ വിൽ പവറും ആ ഒരു ഡ്രീം കിട്ടാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ഇതൊരു ബാരൽ പോലത്തുള്ള സാധനത്തിലാണ് പുള്ളിക്കാരൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും പോകെ പുള്ളിക്കാരൻ്റെ എന്താണ് കുറേ ക്രൂ മെമ്പേഴ്സിനെ, അതല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണമെങ്കിൽ പറയാം, പക്ഷേ ക്രൂ മെമ്പേഴ്സാണ് മെയിൻലി അത് കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തുന്ന ആൾക്കാരിൽ ഓരോ ആൾക്കാർക്കും ഓരോ ഡ്രീമുണ്ട്. മങ്കി ഡി ലൂഫിൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ഈ കടക്കൊള്ളക്കാരൻ്റെ രാജാവാണ്, പുള്ളിക്കാരന് വൺ പീസ് കിട്ടണമെന്നാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് മീറ്റ് അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ ഷിപ്പിലെ രണ്ടാമത്തെ മെമ്പർ, സ്പോർട്സ്മാൻ മെമ്പറായിട്ടുള്ള റോർനോ സോറോനെ തക്കുന്നു. റോർനോ സോറോൻ്റെയും സ്റ്റോറി ഏകദേശം ഒരു വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആവാനാണെങ്കിൽ അടുത്തത് ഇവർ കണ്ടെത്തുന്നത് ഉസോപ്പ് എന്ന് പറഞ്ഞ ഒരു പേടിത്തൊണ്ടനെയാണ്. പക്ഷേ അവനൊരു ധൈര്യശാലിയായിട്ടുള്ളൊരു ആളായി മാറണം. പുള്ളിക്കാരൻ്റെ നെക്സ്റ്റ് ജനറേഷന് കുറേ നല്ല നല്ല കഥകൾ പറയണം അവൻ്റെ ബ്രേവറിനെ പറ്റി. നെക്സ്റ്റ് കാറ്റ് ബർഗ്ലർ നാമീനെയാണ് അവരുടെ ക്രൂവിൽ ജോയിൻ ആവുന്നത്. ഇവരെല്ലാവരുടെ സ്റ്റോറിയിൽ ഓരോരോ ആർക്ക് ഉണ്ട്, ഓരോരോ ഡെപ്ത് ഉണ്ട്. നെക്സ്റ്റ് ഇവർ ഈ പോണ വഴിക്ക് ഇവർക്ക് ഓരോരോ ആൾക്കാരെയും ഓരോരോ മെമ്മറീസും ഓരോരോ റിബല്യൻസിനെ തടുക്കാനുള്ള എല്ലാം വന്നു. ആൻഡ് ഇത് പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും വൺ പീസിൽ ഇവർ ജസ്റ്റ് ഒരു കടക്കൊള്ളക്കാർ പോകുന്നു, സഞ്ചരിക്കുന്നു, അങ്ങനത്തെ രീതിയിലാണ് മാത്രം. പക്ഷെ അതല്ല, ഇവർ പോകുമ്പോഴും ഒരു പവർ കറപ്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി, അതേപോലെ ഒരു ഫിയർ മാനിപ്പുലേഷനും അങ്ങനത്തെ ഒരു വേൾഡിലോട്ടും കൂടിയാണ് ശരിക്കും ഇവർ കയറുന്നത്. കാരണം റേസിസ്റ്റിക് ആയിട്ടുള്ള, കാസ്റ്റിസ്റ്റിക് ആയിട്ടുള്ള കുറേ ആൾക്കാരെ കൊച്ചാക്കുന്നത്, സ്ലീവറി ആണെങ്കിലും ഒരാളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനോ അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്ന കുറെ കൂട്ടം ആൾക്കാരുണ്ട്. സോ ആ ഒരു ഇതിൽ നിന്ന് ഇവരിങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ഇവർക്ക് തന്നെ ഉണ്ടാകുന്ന കുറേ പേഴ്സണൽ ഗോൾസും പേഴ്സണൽ ഗെയിംസും ഉണ്ടാവും. അതേപോലെ ഇമോഷണലി ഇവർ എന്താ പറയുക, ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. സോ ഇവരുടെ ഈ എന്താ പറയുക, ഈ മങ്കി ഡി ലൂഫിക്ക് വേണ്ടി ഇവർ മരിക്കാൻ വരെ റെഡിയാവുന്നുള്ള രീതിയിലുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ ഇത് ഇമോഷൻസ് ഇവരെല്ലാവരും ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഇതിൽ ഈ ഒരു സ്റ്റോറി ആർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗുഡ് ഓർ ഈവിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഭയങ്കര ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഓൺ ദ ഗ്രേ സൈഡ്. മങ്കി ഡി ലൂഫി ഒരിക്കലും ഒരു എന്താ പറയുക, നിധിക്ക് വേണ്ടി അല്ലെങ്കിൽ വൺ പീസിന് വേണ്ടി ഒരു കടക്കൊള്ളരാണെങ്കിൽ പോലും മറ്റുള്ളവർ ഉപദ്രവിക്കാൻ റെഡിയാവുന്ന ഒരു വ്യക്തിയല്ല. അതേപോലെ തന്നെ പുള്ളിക്കാരന് ഒരു നല്ലവനായിട്ടുള്ള വ്യക്തി ആയിട്ട് ചിത്രീകരിക്കാനും താല്പര്യമില്ല. പുള്ളിക്കാരൻ്റെ പൈററ്റാണെന്ന് ആദ്യമേ പറയുന്നുണ്ട്, ഞാൻ കിങ് ഓഫ് പൈററ്റ്സ് ആവുമെന്നും പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ ചുറ്റുമുള്ള എനിമീസ് ആണെങ്കിലും അവർക്കുള്ള ഓൾട്ടർനേറ്റീവ് മോട്ടീവ്സ്. ഇതിൽ മെയിനായിട്ട് പറയണമെങ്കിൽ വില്ലന്മാരാണെങ്കിൽ തന്നെ ഇവന്മാരുടെ വില്ലന്മാർ പിന്നെയും മങ്കി ഡി ലൂഫി ഇവരെല്ലാവരും തോൽപ്പിച്ചിരുന്നാൽ പോലും അവർ തിരിച്ച് പിന്നെയും വരുന്നുണ്ട്. ആൻഡ് വരുന്നത് എങ്ങനെയാ, ചിലപ്പോൾ ഇവർക്ക് ഒരു ക്യാരക്ടർ ആർക്ക് കൊടുത്തിട്ട് ഇവരെ നമുക്ക് ശത്രുത ഇവർക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ പോലും നമുക്ക് ഡൗട്ടാവും. ആൻഡ് ഇതിൻ്റെ അകത്ത് കുറേ നമ്മുടെ വേൾഡിൽ നടക്കുന്ന കുറേ കാര്യങ്ങളായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. ആൻഡ് ഇതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ക്രിയേറ്റർ ഇഷിതാര ഓഡ വേണമെങ്കിൽ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തതാണോ എന്ന് പോലും പറഞ്ഞത്. പക്ഷേ ഈ ഒരു വേൾഡിലോട്ട് കയറുമ്പോൾ നമ്മൾ ആദ്യം ഫീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കുറേ കാര്യങ്ങളിലൊന്നെന്ന് പറയുന്നത് നമുക്ക് ഇത് കാണുമ്പോൾ കിട്ടുന്ന ചില സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു
അതായത് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സ്ലേവറി പോലെ ആൾക്കാരെ കാണുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. സോ ഇവർ കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല. ആ ഒരു ഇതിൽ അവരുമായിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫോഴ്സ് നമ്മുടെ അവിടുത്തെ ദ്വീപിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. മങ്കി ഡി ലുഫിൻ്റെ ചൈൽഡിഷ് ആയിട്ടുള്ള ബ്രെയിനിൽ അങ്ങനത്തെ രീതിയിലുള്ള മാനിപ്പുലേഷനോ അല്ലെങ്കിൽ മെനൂറിങ്ങോ ഒന്നും വരുന്നില്ല. നേരെ കയറി പുള്ളിക്കാരൻ ഒരു ചാമ്പ് കൊടുത്തു. സോ പേഴ്സണലി ഇത് ഭയങ്കര സൂപ്പർ സാറ്റിസ്ഫൈങ് ആണ് ഈ ഒരു കാര്യം പറയുമ്പോൾ. സോ വൺ പീസ് ഒരു ആനിമേ മാത്രമല്ല, ഇതൊരു ഫിലോസഫിയാണ്. ഇഫ് യു സോ ഇറ്റ് ഓൺലി ആസ് ഫൈറ്റ് യു മിസ്ഡ് എവറിത്തിങ് എന്ന് ഞാൻ പറയുള്ളൂ. സോ നമ്മൾ ഇത് ഒരു ജസ്റ്റ് ഒരു എന്താ നിങ്ങൾക്കൊരു ഇത് മാത്രമേ തന്നിട്ടുള്ളൂ ഞാൻ. വൺ പീസ് എന്ന വേൾഡിൽ നമുക്ക് ഇത്രയും കൂടെ കൂടുതൽ ഡീപ്പായിട്ട് പറയാനാണെങ്കിൽ ആൻഡ് ഇത് ഓരോരോ കാര്യത്തിൽ ഡീപ്പ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. സോ വൺ പീസ് ഇപ്പോൾ ആക്ച്വലി കറൻ്റ്ലി എയറിങ് അറ്റ് 1157. ഇതൊരു ആർക്ക് പോലെയാണെങ്കിൽ ഇപ്പോൾ 38ാമത്തെ ആർക്കിലാണ് ഇരിക്കുന്നത്. സോ എൻ്റെ ഈ വീഡിയോ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരും. ആ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യുക.